ഹലോ മക്കളെ, NMMS ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാരപ്പൻ സിവിലൈസേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇൻഡസ് സൈറ്റ് വി ഫൗണ്ട് റൂയിൻ ഓഫ് ഗ്രേറ്റ് ബാത്ത്. മക്കളെ, ഗ്രേറ്റ് ബാത്ത് എവിടെ നിന്നാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ വലിയകുളം എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അതിന്റെ ആൻസർ. നമുക്കറിയാം, മോഹൻജദാരോയിൽ നിന്നാണ് ഗ്രേറ്റ് ബാത്ത് കിട്ടിയത്. മോഹൻജദാരോയിൽ നിന്നാണ് ഗ്രേറ്റ് ബാത്ത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുണ്ടായ കാരണത്തിൽ പെടാത്തതാണ്. അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലഡ്, ഡീഫോറസ്റ്റേഷൻ, ആബ്സെൻസ് ഓഫ് സെൻട്രലൈസ്ഡ് അതോറിറ്റി, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ. മക്കളെ, വെള്ളപ്പൊക്കം, വനനശീകരണം, ഒരു കേന്ദ്രീകൃത ഭരണത്തിന്റെ അഭാവം, കൃഷിയുടെ തകർച്ച. അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ ആബ്സെൻസ് ഓഫ് സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്. ഒരു കേന്ദ്രീകൃത അധികാരത്തിന്റെ അഭാവമാണ്. ഹാരപ്പയിൽ ഒരു കേന്ദ്രീകൃത ഭരണം ഉണ്ടായിരുന്നു, അപ്പൊ ഇല്ല എന്നാണ് ഇവിടെ കൊടുത്തത്. അത് തെറ്റാണ്. അപ്പൊ ഇതാണ് ഇത് ആൻസർ അല്ലേ? ആൻസർ ഇതാണ്. ഓക്കെ, റെഡി. ഇനി അടുത്തൊരു ചോദ്യം നോക്ക്. വിച്ച് വാസ് ദ പോർട്ട് സിറ്റി ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. മക്കളെ, സിന്ധു നദീതട സംസ്കാരത്തിലെ തുറമുഖ നഗരം ഏത് എന്നാണ് അതിന്റെ ആൻസർ. ലോത്തലാണ്. ഓക്കെ, റെഡി. അപ്പൊ ഇത്തരത്തിലേക്കുള്ള നിരവധി ചോദ്യങ്ങൾ എല്ലാ വർഷത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, NMMS ചോദിക്കാറുണ്ട്. സോ ഞാൻ പറയുന്നു, 8ാം ക്ലാസ്സിൽ NMMS കിട്ടാനും നിങ്ങൾക്ക് നല്ല മാർക്ക് ഇതുപോലെ തന്നെ നേടാനും വേണ്ടിയുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് സൈലത്തിന്റെ യോദ്ധ ബാച്ച് എന്ന് പറയുന്നത്. സോ ഏതെല്ലാം ആൾക്കാർ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് എവരിവൺ.